12-4-1 രമ്യ ഹരിദാസ് 8, രാധാകൃഷ്ണൻ 11, TN സരസു 0. ആലത്തൂരിൽ CPM മുന്നിൽ, ആലത്തൂർ LDF മുന്നിൽ, കൊല്ലത്ത് LDF മുന്നിൽ, ആലത്തൂർ LDF മുന്നിൽ, കൊല്ലത്ത് LDF മുന്നിൽ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യ സൂചനയാണ് എന്ന് പറഞ്ഞാൽ തപാൽ വോട്ട് എടുത്തു തുടങ്ങി ആദ്യ മിനിറ്റുകളിലെ സൂചനയാണ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ട്രെൻഡോ ലീഡോ ഒന്നും പറയുന്നതല്ല. പക്ഷേ കൊല്ലത്ത് എം മുകേഷ് മുന്നിലാണെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി എം മുകേഷ് മുന്നിലാണ്. NDA ഇപ്പോൾ 17 സീറ്റുകളിൽ, അതുപോലെ ഇന്ത്യ മുന്നണി 8 സീറ്റുകളിൽ 17-8 13 വോട്ടിന് ശശി തരൂർ മുന്നിൽ, 7 വോട്ടിന് ബെന്നി ബെഹനാൻ മുന്നിൽ, തരൂർ മുന്നിൽ, ബെന്നി ബെഹനാൻ മുന്നിൽ, രമ്യ ഹരിദാസ് മുന്നിൽ, മുകേഷ് മുന്നിൽ, ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മുന്നിൽ, ഇപ്പോൾ UDF 1 LDF 2 സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നു. ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ മുന്നിൽ, ചാലക്കുടിയിൽ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ മുന്നിലാണ്. ദേശീയ തലത്തിൽ 17 NDA ലീഡ് ചെയ്യുന്നു. ഇന്ത്യ മുന്നണിക്ക് 8 ഇടങ്ങൾ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി മുന്നിൽ. കേരളത്തിലെ 4-2 കേരളത്തിലെ 2 UDF 2 LDF 2 തിരുവനന്തപുരം, അതുപോലെ മറ്റുള്ള സ്ഥലം ആലത്തൂരിൽ എന്താണ് ആറ്റിങ്ങൽ അടൂർ പ്രകാശ് മുന്നിൽ, ശശി തരൂർ 19 വോട്ടിന് മുന്നിൽ, രാധാകൃഷ്ണൻ 3 വോട്ടിന് മുന്നിൽ. തപാൽ വോട്ട് ഇടുക്കിയിൽ എണ്ണുന്നു. ആറ്റിങ്ങൽ അടൂർ പ്രകാശ് മുന്നിൽ, ശശി തരൂർ 19 വോട്ടിന് തിരുവനന്തപുരത്ത് മുന്നിൽ. ശ്രദ്ധിക്കുക, കണക്കുകൾ, തപാൽ വോട്ടിന്റെ കണക്കുകൾ വരുന്നു. ശശി തരൂർ 19 വോട്ടിന് മുന്നിലാണ് തിരുവനന്തപുരത്ത്. രാധാകൃഷ്ണൻ 3 വോട്ടിന് മുന്നിലാണ്. ബെന്നി ബെഹനാൻ 7 വോട്ടിന് മുന്നിലാണ്. മുകേഷിന് 10 വോട്ടിന് മുന്നിലാണ്. തപാൽ വോട്ടിന്റെ കണക്കുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിലെ കണക്കുകൾ നോക്കണം. 17-8 17 NDA, ഇന്ത്യ 29 NDA, 11 ഇന്ത്യ, മറ്റുള്ളവർ 4, 29-11-6, 29-11-6 SK, NDA 29-11, അതെ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 2 UDF 2 LDF, ഡോക്ടർ ശശി തരൂർ, അതുപോലെ ബെന്നി ബെഹനാൻ ചാലക്കുടി, തിരുവനന്തപുരം UDF എം മുകേഷ് ആൻഡ് കെ രാധാകൃഷ്ണൻ. ഇപ്പോൾ VK ശ്രീകണ്ഠൻ ഇപ്പോൾ 3-2 UDF 3 LDF 2, കേരളത്തിൽ 3 UDF 2 LDF. പാലക്കാട് VK ശ്രീകണ്ഠൻ UDF സ്ഥാനാർത്ഥി മുന്നിലാണെന്ന് വരുന്നു. അപ്പോൾ ഇപ്പോൾ 3 UDF തിരുവനന്തപുരം, പാലക്കാട്, അതുപോലെ ചാലക്കുടി, കൊല്ലം, അതുപോലെ ആലത്തൂർ, ഈ 2 സ്ഥലത്തും LDF ലീഡ് ചെയ്യുന്നു. ദേശീയ തലത്തിൽ 29 സ്ഥലത്ത് രാധാകൃഷ്ണൻ അടൂർ പ്രകാശ് 49-20 NDA 49 ഇന്ത്യ 20 മറ്റുള്ളവർ 6 വിജയകുമാർ. കേരളത്തിലേക്ക് തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, കൊല്ലത്ത് എം മുകേഷ്, അതുപോലെ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, ഇവരൊക്കെ മുന്നിലാണ് എന്ന രീതിയിലുള്ള പല സൂചനകൾ വരികയാണ്. അതുപോലെ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ഇവരൊക്കെ മുന്നിലാണ്. ഇപ്പോൾ 5 സ്ഥലത്ത് UDFും 2 സ്ഥലത്ത് LDFും ലീഡ് ചെയ്യുന്നു. 5-2. ദേശീയ തലത്തിൽ NDA 40 ഇടങ്ങളിലും, അതുപോലെ ഇന്ത്യ മുന്നണി 21 സ്ഥലത്തും ലീഡ് ചെയ്യുന്നു. 48-21. മറ്റുള്ളവർ 6, 48-21. കേരളത്തിൽ UDF 6, അതുപോലെ LDF 2 സ്ഥലങ്ങളിൽ മുകേഷ് ആൻഡ് കെ രാധാകൃഷ്ണൻ. LDFിന്റെ ടാലിയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, മാറ്റിക്കൊള്ളൂ. LDF ഇപ്പോൾ ഒരു സ്ഥലത്താണ്, ഇപ്പോൾ 1 കൊല്ലത്ത് മാത്രം മുകേഷ് മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. കൊല്ലത്ത് എനിക്കൊന്ന് പോസ്റ്റലോട്ട് എണ്ണുമ്പോഴാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതെങ്കിലും തരത്തിൽ ട്രെൻഡോ സൂചന ലീഡ് ഒന്നും പറയാനാവില്ല. ഇത് തപാൽ വോട്ടാണ്. തപാൽ വോട്ടിന്റെ സൂചന വരുമ്പോഴേക്കും ഇതാണ് NDA 60 സ്ഥലത്തും 26 സ്ഥലത്ത് ഇന്ത്യ മുന്നണിയും ലീഡ് ചെയ്യുന്നു. 64 ഇപ്പോൾ 64 NDA 64-26 സ്ഥലത്ത്. അപ്പൊ 64-26 അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അതെ, കറക്റ്റ്. അപ്പൊ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.